ഈ 2026 പുതിയ വർഷത്തിലെയും ഈ നിങ്ങളോട് കർത്താവിന്റെ സുവിശേഷത്തിനുடைய സന്ദേശത്തെ അറിയിക്കുവാൻ കടന്നു വരുവാൻ ഇടയാക്കിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൂരത്തും ചാരത്തും ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശബ്ദം കേൾക്കുന്ന ഈ ദേശനിവാസികളോട് പ്രത്യേകിച്ച് ഞങ്ങൾ വന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ഉള്ള കാലഘട്ടങ്ങൾ എവിടെ നോക്കിയാലും സമാധാനമുണ്ട്. മനുഷ്യനുടെ ജീവിതത്തിൽ സമാധാനമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഈ കാലഘട്ടങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് മയക്കമരുന്നും മദ്യപാനവും എവിടെ നോക്കിയാലും സമാധാനമില്ലാത്ത ഒരു ജീവിതം നമുക്കറിയാം. രാവിലെ ന്യൂസ് പേപ്പറൊക്കെയും നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഞെട്ടിക്കുന്ന സംഭവങ്ങളല്ലേ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയ സ്നേഹിതയെ, ഈ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഏത് മനുഷ്യനുடைய ജീവിതത്തിലെയും സമാധാനമില്ലാത്ത ഒരു കാലഘട്ടത്തിലല്ലേ നാം ജീവിക്കുന്നത്. മനുഷ്യനുடைய ജീവിതത്തെ എന്താണ് സമാധാനം നഷ്ടപ്പെട്ടത്? അന്ന് ഏതേനെന്ന് പൂങ്കാവനത്തിൽ വെച്ച് ദൈവത്തിന്റെ ശബ്ദം കേട്ട് ആദമും ഹവ്വയും പാപം ചെയ്തു ദൈവദേശം നഷ്ടപ്പെട്ട് ഏത് പൂങ്കാവനത്തെ വിട്ട് പുറത്താക്കപ്പെടുമ്പോൾ മനുഷ്യൻ തന്റെ സുഖ സൗകര്യങ്ങളൊക്കെയും നഷ്ടപ്പെട്ട ദൈവം കൊടുത്ത ആ ശബ്ദം നിരാകരിച്ചത് കൊണ്ടാണ് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അധ്വാനഫലം കഴിക്കേണ്ടത് വന്നത്. എന്താണ് അതിന്റെ സംഭവം എന്നറിയാമോ? മനുഷ്യൻ പാപം ചെയ്തത് കൊണ്ടാണ്. ഇന്ന് ദേശത്തിൽ ഇന്ന് നമുക്കറിയാം, എവിടെ നോക്കിയാലും പാപം പെരുത്തിരിക്കുകയാണ്. എന്താണറിയാമോ? പാപം ചെയ്യുന്ന ആത്മാവ് മരിക്കും. പാപത്തിനുடைய കൂലി മരണമത്രേ. പാപത്തിനുடைய സഫലം മരണമത്രേ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതയെ, എന്താണ് പാപം? ഇന്ന് മനുഷ്യൻ തന്റെ ശരീരത്തെ നോക്കുന്നില്ല. മദ്യപാനം കുടിച്ച് ലഹരി കളിച്ച് കുടുംബങ്ങൾ സമാധാനം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. നമുക്കറിയാം, ചെറിയ ഒരു കമ്പനി കൂടുന്നതാണ് വലിയ ഒരു മദ്യപാനത്തിലേക്ക് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും മദ്യപാനമാണ്, പാപമാണ് കുടുംബങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യനുடைய ജീവിതത്തിൽ പാപത്തിനുடைய പരിഹാരത്തിന് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുൻപായി കാൽവാരിയിൽ യാഗമായി തീർന്ന യേശു കർത്താവാണ് നിങ്ങൾക്കും എനിക്ക് വേണ്ടി കാൽവാരിയിൽ യാഗമായി തീർന്നത്. ആ കുഞ്ഞാടിന്റെ രക്തം വേദപുസ്തകം ഇങ്ങനെ വിളിച്ചു പറയുന്നു. മാനവ ജാതികൾക്ക് വേണ്ടി മനുകുലമേൽക്കാൻ യേശു കർത്താവ് കാൽവാരിയിൽ യാഗമായി തീർന്നത്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതയെ, കാലമല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ്. കാലം ദുഷ്കാലമാകിയ സമയത്തെ തക്കമായി പ്രയോജനപ്പെടുത്തണം. കാലം ദുഷ്കാലമാകിയ ഈ കാലഘട്ടം എന്ന് പറയുമ്പോൾ എവിടെ നോക്കിയാലും സമാധാനമുണ്ട്. വെള്ളിയവർ തൊട്ട്
കൊച്ചു കുഞ്ഞുങ്ങൾ വരെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് ചോദിച്ചറിയാം, കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ പഠിക്കാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് സമാധാനമുണ്ടോ എന്ന് ചോദിച്ച കുഞ്ഞുങ്ങൾ പറയും ഇല്ല. ഇന്ന് സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടം. എവനൊക്കെയാലും മദ്യപാനവും ലഹരിയും ബോധവസ്തുക്കളും മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷത്തിൽ എത്രയോ പേര് നമ്മുടെ പ്രിയപ്പെട്ടവർ മരണമായി പോയല്ലേ, നമുക്ക് വേണ്ടിയപ്പെട്ടവർ മരണപ്പെട്ടു പോയല്ലേ. എന്താണ് അതിന്റെ സംഭവം? നമുക്കറിയാം, ഇന്ന് മദ്യപാനങ്ങളും ഇന്ന് ബോധവസ്തുക്കളുമായ ഇന്ന് കുടുംബ ജീവിതങ്ങളെ തകർത്ത് ശൂന്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പരിഹാരം എന്താണ്? മദ്യപാനത്തിന്റെ പരിഹാരം എന്താണ്? പാപത്തിന്റെ പരിഹാരം എന്താണ്? യേശു കർത്താവിന്റെ അടുക്കൽ വരുന്നവരെ ദൈവം ഒരിക്കൽ തള്ളിക്കളയത്തില്ല. എന്റെ യേശു മാനവജാതികൾക്ക് വേണ്ടി എന്റെ ദൈവം ഈ ഭൂമണ്ണിൽ വന്നതാണ്. എന്താണറിയാമോ? നിങ്ങളെയും എന്നെയും സ്നേഹിക്കാൻ, നിങ്ങളെയും എന്നെയും രക്ഷിക്കാൻ, മനുഷ്യൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി എന്റെ കർത്താവ് ഈ ലോകത്തിൽ, ഈ താഴ്ന്ന ലോകത്തിൽ ഇറങ്ങി വന്നതാണ്. എന്താണറിയാമോ? ദൈവം സ്നേഹത്തിന്റെ ഉടമയാണ്. ദൈവം സ്നേഹിക്കുന്ന ദൈവമാണ്. ആരെയും ദൈവം തള്ളിക്കളയത്തില്ല. ആ ദൈവത്തെയാണ് ഇന്ന് ഞാൻ പ്രസംഗിക്കുന്നത്. അതാണ് യേശു കർത്താവ്. ഹല്ലേലൂയ. ഈ ദേശനിവാസികളോട് ഞാൻ ഒരു സന്ദേശം വെച്ച് പറയട്ടെ. കാലം ദുഷ്കാലമായി ഇടത്തെ തക്കതായി പ്രയോജനപ്പെടുത്ത വേണ്ടും. രക്ഷ എന്ന് പറയുന്നത് യേശു കർത്താവിന് കൂടെയാണ്. രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ മേലും ഭൂമിയിന്മേൽ ഒരു നാമം നൽകപ്പെട്ടിരിക്കുന്നെങ്കിൽ യേശു കർത്താവിന്റെ നാമമല്ലാത്ത ഒരു നാമമില്ല. യേശു കർത്താവാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. മനുഷ്യർക്ക് ജീവൻ നൽകാൻ, മനുഷ്യൻ മനുഷ്യനായി കണ്ട് മനുഷ്യനെ സ്നേഹിക്കാൻ യേശു കർത്താവ് ഈ താഴ്ന്ന ലോകത്തിൽ ഇറങ്ങി വന്നതാണ്. ആ സ്നേഹത്തെ അറിഞ്ഞതുകൊണ്ട്, ആ സ്നേഹത്തെ രുചിച്ചതുകൊണ്ട് ഇന്ന് ഈ വൈകുന്നേരം, ഹല്ലേലൂയ, സ്തോത്രം, ഈ സമയത്ത് നിങ്ങളോട് വന്ന് ഞങ്ങൾ ഈ സന്ദേശം അറിയിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ എവിടെയായിരുന്നാലും ഈ സന്ദേശം കേൾക്കുമ്പോൾ, നിങ്ങൾക്ക് യേശു കർത്താവിനെ സ്വീകരിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ഇന്ന് ഒരു രക്ഷയുടെ ഹല്ലേലൂയ, സ്തോത്രം നാൾ, ഹല്ലേലൂയ, സ്തോത്രം. ചിലപ്പോൾ ഈ സമയം നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ വരാം. ഹല്ലേലൂയ, സ്തോത്രം. ഈ സന്ദേശത്തെ കേട്ട് ഹല്ലേലൂയ നിങ്ങളുടെ ഹൃദയത്തിൽ നിരാകരിക്കരുത്. യേശു കർത്താവിനെ നിങ്ങൾ സ്വന്തം രക്ഷകനായി ഏറ്റുകൊള്ളുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ ഏത് പ്രയാസത്തിൽ കൂടെ ആയിരിക്കാം, ഏത് കഷ്ടതയിൽ കൂടെ ആയിരിക്കാം, പക്ഷേ നിങ്ങളുടെ ജീവിതത്തില് എന്ത് പ്രതിസന്ധികളായിരിക്കട്ടെ, എന്ത് കഷ്ടമായിരിക്കട്ടെ, ഹല്ലേലൂയ, സ്തോത്രം, ഒരു നിമിഷം നിങ്ങൾ യേശു കർത്താവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് സ്വീകരിച്ച കർത്താവ് നിങ്ങളെ മാനിക്കും. കർത്താവ് നിങ്ങളെ കൈവിടത്തില്ല. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഈ ദേശനിവാസികളോട്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, പ്രത്യേകിച്ച് കുടിക്കുന്ന സഹോദരന്മാരോട് ഞാൻ ഒന്ന് വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. മദ്യപാനത്തെ, ഹല്ലേലൂയ, സ്തോത്രം, ചിലപ്പോൾ നിങ്ങൾക്ക് വഹിക്കാൻ പറ്റത്തില്ലായിരിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളായിരിക്കുന്ന ഇടത്തിൽ ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, സ്തോത്രം, യേശുവേ എന്ന് വിളിതാൽ കർത്താവ് നിങ്ങളുടെ മദ്യപാനത്തിൽ നിന്ന് നിങ്ങൾക്ക് വിടുതല തരും. നിങ്ങളുടെ പാപത്തിൽ നിന്ന് നിങ്ങൾക്ക് വിടുതല തരും. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം ഈ സന്ദേശ മുഖാന്തരം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.